ഹായ് ഓൾ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ വിഷുവിൻ്റെ ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് നെസ്റ്റോയിൽ പോയതായിരുന്നു. ഏർലി മോർണിംഗ് തന്നെ പോയി, കാരണം എപ്പോഴും തിരക്കായിരിക്കും വിഷുവിൻ്റെ ടൈമിൽ. നമുക്ക് കണിക്കൊന്നൊന്നും കിട്ടാറില്ല. ഇപ്രാവശ്യം ചക്കയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പോയതുകൊണ്ട് ചക്കയൊക്കെ വാങ്ങാൻ പറ്റി. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഇല കിട്ടി. അപ്പോൾ കണിക്കൊന്ന അവർ പറഞ്ഞു ലേറ്റാവും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ഇപ്രാവശ്യം നാട്ടിലേക്കാളും ചക്ക ഇവിടെയാണെന്ന് തോന്നുന്നു. നാട്ടിലുള്ളവർക്കൊന്നും കണി വെക്കാൻ ചക്ക കിട്ടിയില്ല, നമുക്ക് ചക്ക കിട്ടി. പിന്നെ കണി വെക്കാൻ വേണ്ടിയിട്ട് നല്ല നാടൻ പഴങ്ങൾ, ആണിപ്പൂവെന്ന് പറയും, പഴങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. തിരക്കായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളവിടുന്ന് പോരാൻ നേരത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. വിഷുവിന് സദ്യ ഉണ്ടാക്കണം, നല്ല രീതിയിൽ കണി വെക്കണം, നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ എപ്പോഴും അനുവിന് ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ഓണവും വിഷുവും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ സദ്യ ഉണ്ടാക്കാറുണ്ട്, എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇപ്രാവശ്യം ഈ കിച്ചടി, കാളൻ അതുപോലുള്ള ഐറ്റംസ് അല്ലാതെ ബാക്കിയെല്ലാം ഞങ്ങൾ ഉണ്ടാക്കാൻ പ്ലാൻ ഇടുന്നുണ്ട്. കാരണം ആൾക്ക് വിഷു ഓണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യണം, നാട്ടിലെ പോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമാണ്. അതുകൊണ്ട് ആൾ തന്നെയാണ് കണിയൊക്കെ ഒരുക്കിയത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കണി ഒരുക്കുന്നത് ടൈം ലാപ്സ് വെച്ചിട്ടാണ് എടുക്കുന്നത്. കാരണം അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ഫുൾ നല്ല ലെങ്തി ആയിരിക്കും വീഡിയോ. അപ്പോൾ കാണുന്നവർക്കത് ബോറടിക്കും. ഒരുവിധം നാട്ടിൽ കണി വെക്കുന്ന എല്ലാ ഐറ്റംസും തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. കണിവെള്ളരി, മാങ്ങ, അതുപോലെ ചക്ക, പിന്നെ നല്ല പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു, പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അതുപോലെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട്സ് പിന്നെ എല്ലാ സ്ഥലത്തും കിട്ടും, പക്ഷേ നാട്ടിൽ കിട്ടുന്ന ചക്ക, മാങ്ങ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്, ചെറിയ രീതിയിൽ. രാവിലെ തന്നെ ആളെന്നെ വിളിച്ചുണർത്തി നമ്മൾ രണ്ടുപേരും കണി കണ്ടു. 4:30, ദുബായ് ടൈം 4:30 കണ്ടത്. നാട്ടിലെത്തിയൊരു ഫീലായിരുന്നു നമ്മൾ കണി വെച്ചത് കാണുമ്പോൾ. ശരിക്കും എല്ലാവർക്കും നാട്ടിലെത്തിയ ഫീലായിരിക്കും അല്ലേ? ഓക്കെ, അതിൽ കുഞ്ഞി കണ്ണനുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ സദ്യക്കുള്ള പ്രിപ്പറേഷനായിരുന്നു. അതും ടൈം ലാപ്സ് വെച്ചിട്ടാണ് എടുത്തത്. ഞങ്ങൾ സാമ്പാർ, കൂട്ടുകറി, അവിയൽ, പിന്നെ പച്ചടി, ഇതൊക്കെയാണ് ഉണ്ടാക്കിയത്. പിന്നെ മലബാറുകാർക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണ് അല്ലേ നോൺ വെജ്. അപ്പോൾ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആകെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ടൈം എന്ന് പറയുന്നത് 2.5 2.5 മണിക്കൂർ ഏകദേശം. പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 ബർണർ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി വെക്കാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റെഡിയായി. ഇന്നലെ രാത്രി കണികളൊക്കെ ഒരുക്കി അനു ആദ്യം എഴുന്നേറ്റ് 4:30 ആകുമ്പോൾ, അല്ലെ 4 മണിക്ക് എഴുന്നേറ്റ് 4:15 എഴുന്നേറ്റു. എന്നെ വിളിച്ചു, എന്നോട് കണ്ണ് തുറക്കരുത് പറഞ്ഞു, കണി കാണിച്ചു. എന്നിട്ട് ഞങ്ങൾ കണി കണ്ട്. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വയ്യായിരുന്നു, ഞാൻ കിടന്നുറങ്ങി. അനു അപ്പം തന്നെ ഉറങ്ങിയോ? ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങി. ഒരു 7:30 ആകുമ്പോൾ എണീറ്റു. 8 o'clock ആകുമ്പോൾ നമ്മൾ കിച്ചണിൽ കയറി സദ്യക്കുള്ള പരിപാടി തുടങ്ങി. സദ്യയിൽ നമ്മൾ ഉണ്ടാക്കിയത് സാമ്പാർ, കൂട്ടുകറി, അവിയൽ, പച്ചടി, ഉപ്പേരി, ഇത്രയും സാധനങ്ങളാണ് ഉണ്ടാക്കിയത്. ഏകദേശം 2 മണിക്കൂർ കൊണ്ട് നമ്മളെ പരിപാടി കഴിഞ്ഞു. പിന്നെ ചോറ്, പപ്പടം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം പായസം, ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്ക് 2 മണിക്കൂർ എടുത്തിട്ടുള്ളൂ. നമ്മൾ ചെറിയ തോതിൽ നമ്മൾ രണ്ടുപേരും കൂടെ വിഷു അങ്ങോട്ട് സെറ്റാക്കി. അപ്പോൾ നിങ്ങളുടെ വിഷു എങ്ങനെയുണ്ട് സോഫാർ? ഇത് നമ്മൾ വിഷുവിൻ്റെ വൈകുന്നേരം ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും നാട്ടിൽ പടക്കം പൊട്ടിച്ചൊക്കെ ആഘോഷിച്ചിരിക്കുകയായിരിക്കും. നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അതാണല്ലേ, പടക്കം. നല്ല രീതിയിൽ തന്നെ പടക്കം വാങ്ങിയിട്ട് പൊട്ടിക്കാറുള്ള ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ ഇവിടെ പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമ്മളൊന്നും ചെയ്തില്ല.
ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നാട്ടിൽ പോയിട്ട് പടക്കം വാങ്ങി പൊട്ടിക്കണം. അത് ഇവിടെ ദിവാലിക്ക് നല്ല സെലിബ്രേഷൻ ആണ്, പടക്കം ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ വിഷുവിന് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. മേ ബി മലബാർ ഏരിയാസിലുള്ളവരാന്ന് തോന്നുന്നു കുറച്ചും കൂടെ വിഷു ആഘോഷിക്കുന്നത്. പക്ഷെ എല്ലാവരും ആഘോഷിക്കും, പക്ഷെ പടക്കം പൊട്ടിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ സൗത്തിലുള്ളവർ പറയുന്നതൊക്കെ പടക്കം പൊട്ടിക്കാറില്ല, പക്ഷെ ഞങ്ങൾ കണി വെക്കാറുണ്ട് എന്നുള്ളത്. പക്ഷെ ഞങ്ങളുടെ സദ്യക്ക് ഞങ്ങൾ പറയാൻ വിട്ടുപോയൊരു ഐറ്റം ഉണ്ട് കേട്ടോ, ഫിഷ് ഫ്രൈ. ഞങ്ങൾ കണ്ണൂരുകാർക്കും കോഴിക്കോടുകാർക്കും നോൺ വെജ് ഇല്ലാതെ ഒരു സദ്യ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലേ. എല്ലാ തവണയും ഫ്രണ്ട്സും ഒക്കെ കൂടാറുണ്ട്. നമ്മൾ ഒരുപാട് പേരുണ്ട് ഇവിടെ, മലയാളികൾ ഒക്കെ അനുവിൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ ഞാനും കൂടെ പരിചയപ്പെട്ടു. അങ്ങനെ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളെല്ലാ ഓണത്തിനും വിഷുവിനും കൂടുന്നതാണ്. എനിക്ക് തോന്നുന്നു 2021 ഓണത്തിന് നമ്മളിവിടെ 25 പേരായിരുന്നു ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത് ഒരുമിച്ച്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നമ്മുടെ നാട്ടിലേക്കാളും കൂടുതൽ സെലിബ്രേഷൻ ഇവിടെയാണ് ഉണ്ടാവാറ് എന്നുള്ളത്. അപ്പോൾ ഈ തവണ മൺഡേ ആണ് വിഷു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഡ്യൂട്ടിയാണ്. അപ്പോൾ ആർക്കും വരാൻ പറ്റില്ല. എല്ലാവരും പിന്നെ വിഷു സദ്യയൊക്കെ ഓർഡർ ചെയ്യുകയാണെന്ന് പറഞ്ഞു. പക്ഷെ അനു ഇന്ന് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ലീവ് എടുക്കാമല്ലോ. അപ്പം ഞാൻ ഇന്നായിരുന്നു എൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ പോസ്റ്റ്പോൺ ചെയ്തു. നാളെയാണ്, അതായത് ട്യൂസ്ഡേ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിഷു സദ്യയൊക്കെ പെട്ടെന്ന് തന്നെ ഒരുക്കി, കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ ഇട്ട് വിഷുക്കോടിയൊക്കെ ഇട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നാട്ടിലൊക്കെ വിളിച്ചു. പിന്നെ സാധാരണ നാട്ടിലാണെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിലും കുക്കിംഗ് ആയിരിക്കും. പിന്നെ നമ്മൾ എല്ലാവരും പിന്നെ വിഷുവിന് വരുന്ന മൂവി കണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോഴാണെങ്കിൽ എല്ലാവരും ഇൻസ്റ്റഗ്രാം റീൽസിലാണ് വിഷു ആഘോഷിക്കുന്നത്. എനിക്ക് ഫണ്ണായിട്ടുള്ളതാണെങ്കിൽ ഡാൻസ് ആണെങ്കിൽ എല്ലാവരും റീൽസിലാണ് വിഷു ആഘോഷിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വിഷു എവിടം വരെയായി? എവിടെയായിരുന്നു നിങ്ങൾ വിഷു സെലിബ്രേറ്റ് ചെയ്തത്? എങ്ങനെ ഉണ്ടായിരുന്നു വിഷു സെലിബ്രേഷനൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ സദ്യ കഴിക്കാൻ പോവാണ്. ഇത് ഈ ബിൽഡിങ്ങിൽ ക്ലീൻ ചെയ്യാൻ വരുന്ന ആൾക്കാരാണ്. ഇവർ ശ്രീലങ്കൻസാണ്. കഴിഞ്ഞ ഓണത്തിനും അവർ വന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ സദ്യ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. ആദ്യമായിട്ടാണ് ഇവർ ബനാന ലീഫിൽ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നും സദ്യ ഇഷ്ടപ്പെട്ടു, എല്ലാ കറികളും ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. പണ്ട് വിഷു ആഘോഷിക്കാൻ നമ്മൾ അമ്മയുടെ വീട്ടിലാണ് പോവുക. അവിടെ എല്ലാവരും വരും, കസിൻസ് വരും, അമ്മമ്മ, അച്ചാച്ചൻ, മാമൻ, ഇളയമ്മ, പിന്നെ മാമി, കസിൻസ് എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്നത് അമ്മയും ഇളയമ്മയും മാമിയൊക്കെ ആയിരിക്കും. ഞങ്ങളെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ TV കാണുക എന്നുള്ളതാണ്. ആ സമയത്ത് ദിലീപ് മൂവീസ് കണ്ടിരിക്കും. നമ്മളെ ചൈൽഡ്ഹുഡിലെ ഫേവറേറ്റ് ആണല്ലോ ദിലീപ് മൂവീസ്. അപ്പോൾ നമ്മൾ മൂവി കണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതുവരെ കുക്ക് ചെയ്തിട്ടൊന്നുമില്ല. ചെറുപ്പത്തിൽ കിച്ചണിൽ പോലും വെറുതെ പോലും വഴിതെറ്റിപ്പോലും അവിടെ കയറാറില്ല. അപ്പോൾ ഇത്രയും നമ്മൾ ബുദ്ധിമുട്ടെന്നൊന്നും പറയുന്നില്ല. ഇത്രയും നമ്മൾ സദ്യ ഉണ്ടാക്കുമ്പോഴാണ് അമ്മമാരുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. എൻ്റെ അമ്മയൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നുണ്ടാവുക. പണ്ടൊക്കെ ഞാനൊരു പച്ചക്കറി പോലും അരിയാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെയല്ല, ഇത് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. അമ്മ എപ്പോഴും എൻ്റെ ഫ്രീഡത്തിന് വിടുന്ന ഒരമ്മയാണ്. ഒന്നിലും പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാം അമ്മ സ്വന്തമായി ചെയ്യും. ഒന്നിലും കംപ്ലയിൻറ്റ്സ് പറയില്ല. അപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്കല്ല, ഞാനും അനുവും കൂടെ സദ്യ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്കതാണ് ഫീൽ ചെയ്തത്, അമ്മമാരുടെ കഷ്ടപ്പാട് എത്രയായിരിക്കും എന്നുള്ളത്. സദ്യയിലെ ഏറ്റവും ഹൈലൈറ്റ് ആ ഫിഷ് ഫ്രൈ ആണല്ലേ. സദ്യ കാണുമ്പോൾ നമ്മളെ നാട്ടിൽ ഫിഷ് ഫ്രൈ ഇല്ലാതെ എന്ത് സദ്യ. അപ്പം നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് വരാം. ഞങ്ങൾ വിഷു സദ്യയൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് റിലാക്സ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അനു ഡ്രസ്സൊക്കെ മാറ്റി ഉറങ്ങാൻ പോകാൻ തോന്നുന്നു. അപ്പോൾ ഞാനും ഒന്ന് ഉറങ്ങട്ടെ. പായസമൊക്കെ കുടിച്ച് ഹാങ് ഓവറിലാണ്. അപ്പോൾ നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? സദ്യ ഉണ്ടാക്കിയോ പായസം ഉണ്ടാക്കിയോ ഒക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.